ഹായ് എവരിവൺ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ടെസ്റ്റ് വ്രാപ്പാണ്. അത് ചെയ്യാനുള്ള 2-3 വഴികളാണ് നമ്മൾ നോക്കുന്നത്. അത് എക്സാമ്പിൾ സഹിതം നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഒരു A3 ഷീറ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 3 കോളമാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രീൻ ഒരു ഫ്രെയിമിനകത്ത് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. 3 പാരഗ്രാഫ് ആ കോളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ട രീതിയിൽ ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓറഞ്ച് സെലക്ട് ആയി കിടപ്പുണ്ട്. ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, വെളിയിലൊന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സെലക്ട് ആവണ്ട, അങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം ഫയൽ പ്ലേസ് എന്നുള്ള രീതി ഇമേജിനെ വെക്കുക. ഇമേജിനെ വെക്കാൻ നേരം ഇവിടെ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഫയലും ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു PNG ഫയലും ഉണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. PNG ഫയലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനെ എന്ത് ചെയ്യുന്നു, ഓപ്പണെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് ഞാനിവിടെ വെക്കുകയാണ്. ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. വന്ന ശേഷം ഇതിനടിയിലാണ് ടെസ്റ്റ് കിടക്കുന്നത്. അതെങ്ങനെ മനസ്സിലാവും? ഇതിനടിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനടിയിൽ ടെസ്റ്റുകൾ കിടപ്പുണ്ട്. അത് നമുക്ക് വിസിബിൾ അല്ല എന്നുള്ള രീതി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഓപ്ഷൻ, അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടെസ്റ്റിനെ ഞാനിവിടെ കാണിക്കുമ്പോൾ ഈ ഒരു കർസർ കാണിക്കുന്ന ബ്ലാക്കിലാണ് അല്ലേ, എന്നാൽ നടുക്കോട്ട് ചെല്ലുമ്പോൾ ഒരു ഹാൻഡ് രീതി കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇമേജിനെ മാറ്റരുത്. മാറ്റിക്കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ഫ്രെയിമിനകത്ത് ഇമേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇങ്ങനെ അകത്ത് ആ ഫ്രെയിമിനകത്തോട്ട് എന്ത് ചെയ്യുന്നു, ഇമേജ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, കട്ടായി പോയിക്കൊണ്ടിരിക്കുക. അത് ആ ഇമേജ് തന്നെ നീങ്ങുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ Ctrl+Z കൊടുക്കുക, അല്ലെങ്കിൽ ആ ഹാൻഡ് ഇരിക്കുമ്പോൾ തന്നെ ബാക്കിലോട്ട് മാറ്റുക. വെളിയിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ബ്ലാക്ക് കാണിക്കും. നടുക്കോട്ട് കൊണ്ടില്ലുമ്പോഴായിരിക്കും ഹാൻഡ് കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്നത്, വിൻഡോയ്ക്കകത്ത് പോവുക, ടെസ്റ്റ് വ്രാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. Alt+Ctrl+W ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. അതെടുക്കുമ്പോൾ ഇങ്ങനൊരു ഫ്രെയിം വരുന്നുണ്ട്, ഒരു പാനൽ വരുന്നുണ്ട്. അവിടെ കുറേ ഓപ്ഷനുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇതേ ഓപ്ഷൻ തന്നെ ആയിരിക്കും ഇവിടെ കാണുന്നത്. ഈ ഓപ്ഷൻ ഈ കൺട്രോളിനകത്ത് കൂടുതൽ മോർ സെറ്റിങ്സ് ഒന്നുമില്ല, മോർ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജിനെ ഇല്ല ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ പാരഗ്രാഫിനകത്ത് ഈ ഒബ്ജക്റ്റ് എങ്ങനെ സെറ്റാകും എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഫസ്റ്റ് കിടക്കുന്നത് നോ ടെസ്റ്റ് വ്രാപ്പ്, അതായത് ഒരു മാറ്റവും ഇല്ലാതെ, പാരഗ്രാഫിനും മാറ്റമില്ല, ഈ ഒബ്ജക്റ്റിനും മാറ്റമില്ലാതെ അവിടെ കിടക്കുന്നു. അപ്പോൾ അടുത്ത ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രെയിമിന് ചുറ്റുമാണ് ഇത് വന്നിരിക്കുന്നത്. പാരഗ്രാഫ് മാറിയിട്ടുണ്ട്. അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. പാരഗ്രാഫിന് എന്തോ മാറ്റം ഉണ്ടായെന്നല്ല, ഒബ്ജക്റ്റിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത മുകളിലാണെങ്കിൽ അടുത്ത താഴെ എന്നുള്ള രീതിയിൽ ഇത് ഇൻവേർട്ട് നേരെ ഓപ്പോസിറ്റ് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഓപ്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ 3ാമത്തെ ഓപ്ഷനാണ്. ഇതിനെ ഒന്ന് സെലക്ട് ചെയ്ത ശേഷം വ്രാപ്പ് ഓപ്ഷനകത്ത് ബോത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിടപ്പുണ്ട്. ഇവിടെ ഒന്നും ചെയ്യേണ്ട. കോൺട്രോൾ ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ സെയിം ആസ് ക്ലിപ്പിംഗ് മാറ്റിയ ശേഷം ഇവിടെ ആൽഫ ചാനലാക്കി കൊടുക്കേണ്ടതാണ്. ഇവിടെ ആൽഫ ചാനലാക്കുമ്പോൾ ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ ഒബ്ജക്റ്റിനനുസരിച്ച് ഇവിടെ മാറിയിട്ടുണ്ടെന്ന് സൂമിൻ ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇത് മാറിയിട്ടുണ്ട്. ഇത് മാറിയിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതാണ്, ഇത് കണ്ടോ, ഇതിനിടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ ഇതിനനുസരിച്ചാണ് പോയത്. ഇത് മാറിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഇതിൻ്റെ ടോപ്പ് ഓഫ്സെറ്റ് ഉണ്ട്. അതായത് ഈ ഇവിടെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. അതായത് ഇതിന് ചുറ്റും എന്ത് ചെയ്യുന്ന ഒരു പാത്ത് വന്നിട്ടുണ്ട്. ആ പാത്തിൻ്റെ ഡിസ്റ്റൻസ്, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തള്ളി നീക്കി കൊടുക്കാൻ പറ്റും. അതിനാണ് ടോപ്പ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യുന്നു, ആണ് മില്ലിമീറ്റർ കിടക്കുന്നത്. ഇത് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ റൂളറിനകത്ത് പോയ ശേഷം മില്ലിമീറ്റർ ആക്കി കൊടുത്താൽ മതിയാകും. അത് നിങ്ങളുടെ അനുസരിച്ച് മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് അതാണ് കിടക്കുന്നതെങ്കിൽ ഇവിടുന്ന് മാറ്റിക്കണം, വെർട്ടിക്കലും ഹൊറിസോണ്ടലും മാറ്റി കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ മാറ്റിക്കഴിഞ്ഞു. മാറ്റിയ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഹാൻഡാണ് ഇവിടെ കിടക്കുന്നത്. ഹാൻഡ് കിടന്നതിനുള്ള കാര്യം അറിയാമല്ലോ, ആ ഇമേജ് ആയിരിക്കും തെന്നി മാറുന്നത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ആ ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്ന പഴയ പോലെ തന്നെ സെലക്ഷൻ ടൂൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ മാറ്റാൻ നേരം എന്ത് ചെയ്യുന്നു, അത് എങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ടോ അതിനനുസരിച്ച് പാരഗ്രാഫ് തന്നെ മാറുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത് ആൽഫ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് ഫോട്ടോഷോപ്പ് ഫയലിനകത്ത് കൂടെ വർക്കാവും, PNG ഫയലിനകത്തും വർക്കാവും. അതുപോലെ തന്നെ ടിഫ് ഫയൽ പോലുള്ള ഫയലുകൾക്കകത്തും വർക്കാവും. അപ്പോൾ അത് PNG മാത്രമല്ല അവിടെ വർക്കാവുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അതിപ്പോൾ അടുത്തതിനകത്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാനിതിനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഓറഞ്ച് എന്ന് പറയുന്ന ഹെഡിങ് എനിക്കിവിടെ നിന്ന് കാണുന്നില്ല, അത് കറക്റ്റായിട്ട് വിസിബിൾ അല്ല. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, ഈ ഹെഡിങ്ങിലൊന്ന് സെലക്ട് ചെയ്ത ശേഷം Alt+Ctrl ഡബിൾ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഒരു ടെസ്റ്റ് ഫ്രെയിം ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ജനറലിനകത്തുള്ള ഓപ്ഷനകത്ത് ഇഗ്നോർ ടെസ്റ്റ് റാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ റാപ്പ് ചെയ്യുന്ന ഈ ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ ടെസ്റ്റ് റാപ്പ് വന്നിട്ടില്ലേ, അതെനിക്കിതിനെ അഫക്റ്റ് ചെയ്യരുത്, ഇഗ്നോർ ചെയ്ത് കളയണമെന്നാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഓറഞ്ചിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഓറഞ്ചിനെ എനിക്ക് എന്ത് ചെയ്യാം, ഓറഞ്ചിനെ അല്ല, ഈ ഓറഞ്ചിനെ ഇമേജിനെ ഞാനിങ്ങനെ മാറ്റാൻ നേരം ഈ ഓറഞ്ച് അടിയിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്ന വേർഡ് എനിക്ക് മുകളിൽ വരണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ച് ബ്രിങ് ഇൻ ഫ്രണ്ട് എന്നുള്ള രീതി നിങ്ങൾക്ക് വരണമെങ്കിൽ കൊണ്ടുവരാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ബാക്ക് അടിച്ച് വെക്കുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ മെത്തേഡ്. അപ്പോൾ അടുത്ത മെത്തേഡ് നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഫയൽ ഇതുപോലെ തന്നെ പ്ലേസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫോട്ടോഷോപ്പ് ഫയലാണ് ഞാനിവിടെ. ഇത് ഫോട്ടോഷോപ്പ് ഫയൽ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാണിക്കാം ഇത് ഏതാ ഫയലെന്ന്. ഇതാണ് ആ ഫയൽ. ഇവിടെ ഓറഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫയൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ ഫയലാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഫയലിനെയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലേസ് ചെയ്യാൻ നേരം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരു എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എഡ്ജ് വേണം. ഈ എഡ്ജ് ഇല്ലാതെ നമുക്ക് ചുമ്മാതെ നമുക്ക് ഇത് കൊണ്ടുപോയി ഫ്രെയിം ചെയ്യാൻ നേരം ആൽഫ ചാനലായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫയൽ പ്ലേസ് എന്ന് പറയുന്ന രണ്ടാമത്തെ വഴിയാണിത് കാണിക്കുന്നത്. പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഓറഞ്ച് എന്ന് പറയുന്ന ആ സെയിം ഫയൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്ലേസ് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ച ശേഷം ഞാൻ ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുന്നു. റാപ്പ് അറൗണ്ട് ഒബ്ജക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അതിനകത്ത് ഈ ടൈപ്പാണ് നമ്മളെപ്പോഴും മാറ്റി കൊടുക്കേണ്ടത്. ഇതിനകത്ത് തന്നെ നേരത്തെ നമ്മൾ ആൽഫ ചാനലാണെങ്കിൽ ഇവിടെ ഞാൻ കൊടുക്കുന്നത്, ഇവിടെ ഫോട്ടോഷോപ്പ് പാത്താണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് വർക്കാവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കവിടെ പാത്ത് അവിടെ ഞാൻ കൊടുത്തിട്ടില്ല. അതെങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പ് ഹിഡൻ ആണ്, കണ്ടോ. ഓക്കെ, ഇവിടെ എനിക്ക് ആ ഓപ്ഷൻ എടുക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഴയ പോലെ തന്നെ ഇവിടെ കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്ന ശേഷം ഈ ഒരു ഫോട്ടോഷോപ്പിനകത്ത് ഈ ഒരു എഡ്ജ് എനിക്ക് പിടിക്കണം. എഡ്ജ് പിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ മാസ്കിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോഷോപ്പ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലക്ഷൻ നമുക്ക് കിട്ടണം. സെലക്ഷൻ കിട്ടിയ ശേഷം ഇമേജിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് വിൻഡോയ്ക്കകത്തുനിന്ന് പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ പാനൽ നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. അതിനകത്ത് എന്ത് ചെയ്യുക, ഒരു പുതിയ പാത്ത് ക്രിയേറ്റ് ചെയ്യുക. പുതിയ പാത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെയിം മറ്റേനകത്ത് നമ്മൾ ആൽഫ ചാനൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വന്നേക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല, ഇങ്ങനെ വന്നേക്കുന്ന ഒരു ലൈൻ, അതുപോലെ തന്നെ ഒരു പാത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലസ് പാത്ത് കൊടുക്കുമ്പോൾ ഒരു പാത്ത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുത്ത് വേണമെങ്കിൽ സേവ് ചെയ്ത് കൊടുക്കാം. അതല്ല ഇങ്ങനെ കൊടുത്ത ശേഷം ഫയൽ സേവ് എന്നുള്ള രീതി കൊടുക്കുക. അപ്പോൾ ഇത്രയും വരെ ഉള്ളത് ആ ഫോട്ടോഷോപ്പ് ഫയലിനകത്തോട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, പഴയ ടെസ്റ്റ് ഇതിനകത്തോട്ട് വരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു വാർണിംഗ് സിമ്പിൾ വന്നിട്ടുണ്ട്. അതായത് മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ്, ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്ഡേറ്റ് എന്ത് ചെയ്യും, ഇതിനകത്ത് വർക്കാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും ഫോട്ടോഷോപ്പ് ഭാഗത്ത് വന്നിട്ടില്ല. ഞാൻ ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുവാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം അത് മാറി. ഓക്കെ, ആ ലിങ്ക് മാറി. ഇനി ഈ സെയിം ആസ് ക്ലിപ്പിംഗ് മാറ്റി കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഭാഗത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടെ വർക്കാവുന്നത്. അപ്പോൾ ഇത് വർക്കായി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, ആ ഒരു പാത്ത് വണ്ണം, അതാണ് ഞാൻ പറഞ്ഞത്, പാത്ത് വണ്ണമെന്നോ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ അത് അവിടെ ആ സെയിം ഫോട്ടോഷോപ്പ് ഫയൽ ഇവിടെ എന്ത് ചെയ്തു, കോപ്പി പേസ്റ്റ്, അല്ലെങ്കിൽ അത് സേവ് ആയപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ആയി എന്നുള്ള രീതിയിലാണ്. ഇനിയും പഴയ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റേ ടോപ്പ് ഓഫ് സെറ്റ് എന്നുള്ള രീതി നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. 4 എഡ്ജായിട്ട് ഇത് മാറും. ഇതേ ഫോട്ടോഷോപ്പ് ഫയൽ തന്നെ ആൽഫ ചാനലിനകത്തും വർക്ക് ചെയ്യും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ തിരികെ ഫോട്ടോഷോപ്പ് ഫയലിനകത്തോട്ട് തന്നെ വരാം. ഫോട്ടോഷോപ്പ് എടുക്കുന്നു. എടുത്ത ശേഷം ഇത് ഇവിടെ ലെയർ മാസ്ക് ആയിക്കോട്ടെ വെക്ടർ മാസ്ക് ആയിക്കോട്ടെ, നമുക്കവിടെ പുതിയ പാത്ത് വേണമെന്നുള്ളതാണ് നിർബന്ധം. നമ്മളത് കൊടുത്തു, അപ്പോൾ അവിടെ അപ്ഡേറ്റ് ആയി, അവിടെ വന്നു. അപ്പോൾ ഞാൻ ഇൻഡിസിനകത്തോട്ട് വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇൻഡിസിനകത്തോട്ട് തിരികെ വരുന്നു. അപ്പോൾ ഈ ഓറഞ്ച് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് കൊടുക്കുന്നു. കൊടുത്ത ശേഷം ഫയലിനകത്ത് പോകാം. ഫയൽ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതേ ഫയൽ തന്നെ, അതായത് ഫോട്ടോഷോപ്പ് ഫയൽ തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ട് ചെയ്തു, ഡ്രാഗ് ചെയ്ത് വെച്ചു. ഓക്കെ, അതിനുശേഷം ചെയ്തിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് സെയിം ആസ് ക്ലിപ്പിംഗ് ആൽഫ ചാനൽ ആയി കഴിഞ്ഞാൽ അവിടെ വർക്കാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് ഫോട്ടോഷോപ്പ് പാത്താണെങ്കിൽ ഇത് ഫോട്ടോഷോപ്പ് ഫയൽ വെച്ച ശേഷം എന്ത് ചെയ്തു, ആൽഫ ചാനൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ വർക്കായി, ആ ട്രാൻസ്പെറൻസിയിൽ വർക്കായി. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ
ഈ ഫോട്ടോഷോപ്പിനകത്ത് നിങ്ങൾക്ക് ഹാർഡ് ഒബ്ജക്റ്റുകളാണെങ്കിൽ, അതായത് ലോഗോയോ അങ്ങനെയുള്ള കാര്യങ്ങളോ വരുന്ന എഡ്ജുകൾ ഹാർഡുള്ള പ്രോഡക്റ്റുകളോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫോട്ടോഷോപ്പ് പാത്തിനകത്ത് ഇട്ട ശേഷം ഇവിടെ കൊടുക്കുക. അതായത് ഇവിടെ ഫോട്ടോഷോപ്പ് പാത്ത് കൊടുക്കുക. നിങ്ങൾ ഫോട്ടോഷോപ്പിനകത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ സ്മോക്കുകളോ അല്ലെങ്കിൽ ഈ സോഫ്റ്റ് എഡ്ജുകൾ, മുടികളോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സോഫ്റ്റ് എഡ്ജുകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൽഫ ചാനലിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. കാര്യം നിങ്ങൾ അവിടെ സേവ് ചെയ്യുമ്പോൾ, ഫോട്ടോഷോപ്പിനകത്ത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആകും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത വഴി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വഴി. ഇപ്പോൾ ഇത് 2 വഴിയാണ് ഞാൻ പറഞ്ഞത്, ആൽഫ ചാനൽ വഴിയും ഫോട്ടോഷോപ്പ് പാത്ത് വഴിയും. നിങ്ങളെപ്പോഴും PNG ഫയലുകൾ പ്ലേസ് ചെയ്യാതെ നോക്കുക, അല്ലാതെ ഫോട്ടോഷോപ്പ് ഫയലുകൾ പ്ലേസ് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾ ഒരേ സമയം തന്നെ രണ്ടും വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ അവിടെ സേവ് ചെയ്യുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീണ്ടും റീഎഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും PNG സേവ് ചെയ്ത് വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു എഡിറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഫയൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഫയൽ പ്ലേസ് കൊടുക്കുക. ഓറഞ്ച് എന്ന് പറയുന്ന ഫയൽ എടുക്കുന്നു, ഡ്രാഗ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുന്നു, കോണ്ടർ ഓപ്ഷൻ മാറ്റിയ ശേഷം സെലക്ട് സബ്ജക്റ്റ് എന്നുള്ള രീതി കൊടുക്കുക. ഈ ഓപ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഒരു AI സിസ്റ്റമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, ആ എഡ്ജുകളെല്ലാം എന്ത് ചെയ്യുന്നു, ഇത് പിടിച്ചെടുക്കുന്നു, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുന്നു. മറ്റേ ഫോട്ടോഷോപ്പിനകത്ത് നമ്മൾ ഇത് ഡ്രാഗ് ചെയ്യുമ്പോഴല്ലേ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളില്ലേ, ആ ഒബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുന്ന പോലെ ഇത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒബ്ജക്റ്റ് അങ്ങ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് തന്നെ പാത്ത് അങ്ങ് ക്രിയേറ്റ് ചെയ്യും. ഇത് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സോളിഡ് ആണെങ്കിൽ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് നിങ്ങൾക്ക് ഈ ഓറഞ്ചിൻ്റെ ബാക്കിൽ ഏതെങ്കിലും ഒരു കളർ ഉണ്ടായിരുന്നിരിക്കും, അത് ഓട്ടോമാറ്റിക്കലി പിടിക്കും. പക്ഷേ അത് സോഫ്റ്റ് കളറായിരിക്കണം, അല്ല ഹാർഡ്, അത് സോളിഡും ആയിരിക്കണം, അതുപോലെ തന്നെ സോഫ്റ്റ് കളറും ഒക്കെ ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ ഒരു ഓറഞ്ചിൻ്റെ കൂടെ ഒരു ആപ്പിളോ ഇല്ലെങ്കിൽ കുറേ ഫ്രൂട്ട്സുകൾ ഇരുന്ന് വിചാരിക്കാം, അതിനറിയില്ല ഏത് ഫ്രൂട്ട്സ് പിടിക്കണമെന്നൊന്നും. അപ്പോൾ അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് വർക്കാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ബാക്ക്ഗ്രൗണ്ടുകളോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളോ സോളിഡായിട്ടുള്ള രീതിയിൽ മാത്രമേ ഇത് വർക്കാവുകയുള്ളൂ. അല്ലാതെ ഉള്ളതിനകത്ത് ഇത് വർക്കാകത്തില്ല. അതാണ് ഈ ലാസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ നിങ്ങൾക്കുള്ള, അതായത് ആൽഫ ചാനലും അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് പാത്തും നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അതാണ് കുറച്ചുകൂടെ വർക്ക് ചെയ്യുമ്പോൾ ഈസിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പോകാനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അത് ഹാർഡ് എഡ്ജ് ആണെങ്കിൽ ഹാർഡ് എഡ്ജ്, സോഫ്റ്റ് എഡ്ജ് ആണെങ്കിൽ മറ്റേ ഫോട്ടോഷോപ്പ് പാത്ത്, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക് യു.